ജാതിമത വ്യത്യാസമില്ലാതെ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തേണ്ട കാലമാണെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി. കേരള സ്റ്റോറിയും ഇസ്ലാമോഫോബിയയും അടക്കമുള്ളവയെ അതിജീവിക്കാൻ പരസ്പര സ്നേഹം ഉപകരിക്കും. പൊങ്കാലയ്ക്കായി പള്ളിയിൽ വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഇമാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രൊപ്പഗണ്ട സിനിമകൾ കേരളത്തിനെതിരെ വലിയ പ്രചാരം നയിക്കുന്ന കാലത്താണ് ഇന്നലെ പാളയം ഇമാമിൻ്റെ ഒരു പ്രസംഗം വളരെ വൈറലായത്. പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് നിങ്ങൾ പള്ളിയും വീടുകളും തുറന്നു നൽകണം എന്നുള്ള ഒരു പ്രസംഗം വലിയ രീതിയിൽ കേരള സമൂഹം ഏറ്റെടുത്തു. ഇപ്പോൾ നമ്മൾ കൂടി പാളയം ഇമാം തന്നെ ചേരുന്നുണ്ട്, VP സുഹൈബ് മൗലവി. അതേ, വലിയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പ്രസംഗം. എങ്ങനെയായിരുന്നു നമ്മളെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു പശ്ചാത്തലം? അല്ല, അത് ഒന്ന്, നമ്മൾ റമദാൻ മാസത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ വർഷം പോലെ തന്നെ ഈ വർഷവും റമദാനിലാണ് ഈ ആറ്റുകാൽ പൊങ്കാല വന്നിട്ടുള്ളത്. സാധാരണ ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ ഭക്തജനങ്ങളായ സഹോദരിമാർ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെ ഹാള്, ഈ പള്ളിയിലേന്ന് മാത്രമല്ല വ്യത്യസ്തങ്ങളായ മസ്ജിദുകളിലെയും അതുപോലെ തന്നെ ചർച്ചുകളിലെയും ഹാളുകൾ പ്രയോജനപ്പെടുത്തും. പക്ഷേ ഈ റമദാൻ ആവുമ്പോൾ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ടൈം ടേബിളിലാണല്ലോ, അതല്ലെങ്കിൽ ഒരു മാസത്തെ പ്രത്യേക ടൈം ടേബിളാണല്ലോ. അതുകൊണ്ട് ഈ റമദാൻ കാലം ഈ പൊങ്കാല വരുന്നു എന്നുള്ളത് കൊണ്ട് പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്കുള്ള സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തടയപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. കാരണം റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികളുടെ സഹാനുഭൂതി, അതുപോലെ തന്നെ സാഹോദര്യം, അതുപോലെ പരസ്പര സ്നേഹം, ഇതെല്ലാം തന്നെ ശക്തിപ്പെടുത്തേണ്ടുന്ന കാലമാണ്. അപ്പോൾ റമദാനിൻ്റെ ഇടയിലേക്ക് ഒരു പൊങ്കാല ഉത്സവം കൂടി വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ റമദാൻ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എന്തായാലും വളരെ ആളുകൾക്ക് വളരെ താല്പര്യം, ഇഷ്ടമായ പ്രസംഗം. ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്രയും പ്രാധാന്യമുണ്ട് നമുക്ക് ആ ഒരു പ്രസംഗത്തിനെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം പോസിറ്റീവായിട്ട് നമ്മൾ പറയുമ്പോൾ കേരളം അതിൻ്റെ ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ തന്നെയാണ് കേരളവും രാജ്യവുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു ദീർഘദർശനം ചെയ്ത ഒരു നാടുണ്ടല്ലോ, ആ നാടായിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്, നമ്മുടെ സംസ്ഥാനവും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ, ചില അപശബ്ദങ്ങൾ, സമൂഹത്തെ ധ്രുവീകരിക്കാൻ വേണ്ടിയുള്ള ചില ശബ്ദങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ശബ്ദങ്ങളല്ല കേരളത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ശബ്ദം ഒരുമയുടെ ശബ്ദമാണ്, ഐക്യത്തിൻ്റെ ശബ്ദമാണ് എന്നുള്ള വലിയൊരു സന്ദേശം ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കൊടുക്കണം. അതിനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഭക്തർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കാറുള്ളത്? ഭക്തർക്ക് സാധാരണ ഈ പള്ളിയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വിശ്രമിക്കാൻ സൗകര്യം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഇവിടുന്ന് കുടിവെള്ളം ശേഖരിക്കാനുള്ള സൗകര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ധാരാളം സൗകര്യങ്ങൾ പള്ളിക്കകത്ത് അവർ പ്രാർത്ഥന നടക്കുന്ന ഇടങ്ങളിലേക്ക് അവർ വരുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അവർ പള്ളിയുടെ ഹാള് അവർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തും. പള്ളിയിൽ കുടിവെള്ളം, അതുപോലെ തന്നെ ഈ പള്ളിയിലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശുചീകരണത്തിന് വേണ്ടി ഈ പള്ളിയിലെ സൗകര്യങ്ങളൊക്കെ അവർ പ്രയോജനപ്പെടുത്താറുണ്ട്. എന്തായാലും വലിയൊരു മാതൃകയാണ് ഇന്നലെ പാളയം ഇമാം പറഞ്ഞത്. അത് വലിയ രീതിയിൽ ആളുകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് ഇപ്പോൾ കേരള ജനത ഒന്നടങ്കം പറയുന്നത്. ക്യാമറമാൻ അനീഷിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.